ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 5th സ്റ്റാൻഡേർഡിലെ നെക്സ്റ്റ് യൂണിറ്റ് ആണ്, മൂന്നാമത്തെ യൂണിറ്റ് ആണ്. ഇതിൽ 2 ഏരിയാസ് ആണ്, കുഞ്ഞു ശബ്ദങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വാദ്യോപകരണങ്ങളെ കുറിച്ചും നൃത്തവും ഡ്രാമ. ഈ 3 ഏരിയാസ് ആണ് ഈ ഒരു പോർഷനിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനും ഇന്നത്തെ സെഷനോട് കൂടിയിട്ട് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആർട്സുമായി ബന്ധപ്പെട്ട ഏകദേശം ബേസിക് ക്ലാസ്സുകൾ കഴിയും. നെക്സ്റ്റ് നമ്മൾ 6th സ്റ്റാൻഡേർഡിലേക്കായിരിക്കും കടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം തന്നെ ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്ക് എല്ലാ ദിവസവും രാത്രി 8 മണിക്കും ഒപ്പം തന്നെ 9:30 നമ്മൾക്ക് സൗജന്യ ക്ലാസ്സുകൾ അൺഅക്കാഡമി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നുണ്ട്. മിഷൻ 2023 12th ആൻഡ് ഡിഗ്രി ലെവൽ എക്സാമിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ബിഗിനേഴ്സ് ബാച്ച് ഇപ്പോൾ നമുക്ക് സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th ലെവലിന് വേണ്ടിയിട്ടുള്ള സെപ്റ്റംബർ 1 തീയതി 10th ലെവൽ കേരള PSC എക്സാമിൻ്റെ മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അൺഅക്കാഡമി ലൈറ്റ് 25+ ഫുൾ ലെങ്ത് ആയിട്ടുള്ള സെക്ഷണൽ ടെസ്റ്റ് സീരീസ് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ടോപ്പ് അധ്യാപകർ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 6 month സബ്സ്ക്രിപ്ഷൻ 179 രൂപയാണ് കാണിക്കുന്നത്. ഇതിൽ 10% ഫീസ് ഡിസ്കൗണ്ട് കിട്ടാനായിട്ട് ഷാഫി ഐ എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ക്രെഡിറ്റ്സും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഓഫർ കിട്ടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അൺഅക്കാഡമി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പഠിക്കാം. ബാച്ച് കോഴ്സുകളും ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് ഇതിൽ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞിരുന്നു കുഞ്ഞു ശബ്ദങ്ങളിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ട കുറച്ച് പേരെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ ഹയർ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലേക്ക് പോകുന്തോറും കണ്ടന്റ് കൂടും, ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസും കൂടും. അപ്പം നമുക്കറിയാം, ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്കറിയാവോ? ആരാണ് ഇദ്ദേഹം? മട്ടന്നൂർ ശങ്കരൻകുട്ടി ആണ്. ആരാണ്? അപ്പം നമുക്ക് പറയാം, മട്ടന്നൂർ ശങ്കരൻകുട്ടി. അദ്ദേഹം ഒരു ചെണ്ട വിദ്വാനാണ്. തായമ്പകയിലാണ് അദ്ദേഹം കൂടുതൽ പ്രശസ്തി നേടിയിട്ടുണ്ട്. എങ്കിലും എന്താണ്, പഞ്ചവാദ്യത്തിലും ഇദ്ദേഹം അതിനിപുണനാണ്. ഇപ്പോൾ ഞാനൊരു ചോദ്യം ഓർക്കുകയാണ്, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഇതാണ്: പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടുന്ന വാദ്യോപകരണങ്ങളുടെ എണ്ണം. ഓപ്ഷൻ എയിൽ നമുക്ക് തന്നിരിക്കുന്നത് 6, ഓപ്ഷൻ ബി 5, ഓപ്ഷൻ സി ഇതിൽ കുറച്ചുകൂടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നുകൂടെ ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ്. പഞ്ചവാദ്യത്തിൽ ശംഖ് ഉൾപ്പെടാതെ എത്ര, അല്ലെങ്കിൽ ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യോപകരണങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ കമന്റ് ചെയ്യുക. ആൻസർ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5. ചോദ്യം: പഞ്ചവാദ്യത്തില് ശംഖ് ഉൾപ്പെടെ എത്ര വാദ്യോപകരണങ്ങളുണ്ട്? ഓപ്ഷൻ എ 6, ഓപ്ഷൻ ബി 5. ഇതിന്റെ കമന്റ് ചെയ്യുക കേട്ടോ. ശരി, അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം ഞാൻ ചോദ്യങ്ങളിലേക്ക് വരികയാണ്. അപ്പം നമുക്ക് ചോദിക്കാം, മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പോൾ അദ്ദേഹം ചെണ്ട വിദ്വാനാണ്. അതിൽ പ്രത്യേകത, പ്രശസ്തി നേടിയിട്ടുള്ളത് ഏതാണ്? തായമ്പകയിലാണ്. എന്നാലും അദ്ദേഹം പഞ്ചവാദ്യത്തിലും എന്താണ്, അതിനിപുണനാണെന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് MS സുബ്ബലക്ഷ്മി, PSCയുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്നത് മധുരയില്, തമിഴ്നാട്ടില് സംഗീത കുടുംബത്തിൽ 1916 ജനിച്ചത്. മധുരൈ ഷൺമുഖ വടിവ് സുബ്ബലക്ഷ്മി എന്നാണ് മുഴുവൻ പേര്. അമ്മ ഷൺമുഖൻ വെടിയിൽ നിന്നാണ് കർണാടക സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. പിന്നീട് മധുരൈ ശ്രീനിവാസ അയ്യങ്കാർ, ഷൊമ്മാങ്കുടി ശ്രീനിവാസ അയ്യർ എന്നിവരുടെ കീഴിൽ പഠനം തുടങ്ങി. MS പണ്ഡിറ്റ് നാരായണ റാവു വ്യാസിന്റെ കീഴിൽ ഹിന്ദുസ്ഥാനി സംഗീതം അഭ്യസിച്ചു. ശ്രീ വെങ്കടേശ്വര സുപ്രഭാതം സുബ്ബലക്ഷ്മിയെ ലോക പ്രശസ്തിയാക്കി. അപ്പൊ നോക്കിക്കേ, ഇങ്ങനൊരു ചോദ്യം നമുക്ക് വരാം. വൃന്ദാവനത്തിലെ തുളസി എന്ന് MS സുബ്ബലക്ഷ്മിയെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ചോദിക്കാം, മഹാത്മാഗാന്ധി ആരെയാണ് വൃന്ദാവനത്തിലെ തുളസി എന്ന് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MS സുബ്ബലക്ഷ്മിയാണ്. ഓക്കെ, സംഗീതജ്ഞനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന സദാശിവത്തെ 1940 വിവാഹം ചെയ്തു. ഭർത്താവ് മാത്രമായിട്ടല്ല, ഗുരുവും വഴികാട്ടിയുമായിട്ടാണ് സദാശിവം അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഭാരതത്തിന്റെ വാനമ്പാടി എന്ന് സരോജിനി നായിഡുവും സ്വരലക്ഷ്മി എന്ന ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ഉസ്താദ് ഗുലാം അലി ഖാനും ഇവരെ വിശേഷിപ്പിച്ചു. അപ്പൊ നമുക്കറിയാം, ഭാരതത്തിന്റെ വാനമ്പാടി പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്? സരോജിനി നായിഡു.
ഒപ്പം സ്വരലക്ഷ്മി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MS സുബ്ബലക്ഷ്മിയെയാണ് ഉസ്താദ്. ആരാണ് അദ്ദേഹം? ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനാണ് വിശേഷിപ്പിച്ചത്. 1974 മാഗ്സസെ അവാർഡ്, 1975 പത്മവിഭൂഷൺ, 1985 സ്പിരിറ്റ് ഓഫ് ഫ്രീഡം അവാർഡ്, 1988 കാളിദാസ സമ്മാൻ, 1919 ദേശീയ ഗ്രന്ഥത്തിനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം, പരമോന്നത ബഹുമതിയായ ഭാരതരത്നം 1998 സുബ്ബലക്ഷ്മിയുടെ സംഗീത ജീവിതത്തിലെ പ്രധാനപ്പെട്ട ബഹുമതികളാണ്. 1997 ഭർത്താവിന്റെ മരണത്തോടെ പൊതുവേദികളിൽ പാടുന്നത് MS സുബ്ബലക്ഷ്മി അവസാനിപ്പിച്ചു. 2004 ഡിസംബറിൽ മഹാപ്രതിമ നമ്മെ വിട്ട് പിരിഞ്ഞു. അപ്പോൾ ഇതിൽ ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ നമ്മൾ പറഞ്ഞത്? വൃന്ദാവനത്തിലെ തുളസി എന്ന് MS സുബ്ബലക്ഷ്മി വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി, ഭാരതത്തിന്റെ വാനമ്പാടി സ്വരലക്ഷ്മി എന്നറിയപ്പെടുന്നത് MS സുബ്ബലക്ഷ്മിയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ അവരുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവാർഡുകളും ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൃത്തവുമായി ബന്ധപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന വളരെ കുഞ്ഞു പോർഷൻസ് ആണ്. ഇതിൽ നമുക്കറിയാം തിരുവാതിര കളി, മാർഗം കളി, ഒപ്പന, ചരുവിട്ടു നാടകം, പരിച്ചുമുട്ട്, ഇതൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എവിടെ പഠിക്കാം? നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഓരോന്നിനെ കുറിച്ചും നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി നോക്കാം. അടുത്തത് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട PSCക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വ്യക്തിയാണ്. നമുക്കറിയാം പണ്ട് കാലത്ത് ഈ മോഹിനിയാട്ടം എന്ന് പറയുന്ന ആ ഒരു നൃത്തരൂപം വളരെ മോശപ്പെട്ട ഒരു നൃത്തമായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ അത് കളിക്കാൻ മുന്നോട്ട് വരികയുണ്ടായിരുന്നില്ല. പണ്ട് ദേവദാസികൾ കളിച്ചിരുന്ന നൃത്തമായിട്ടാണ് അതിനറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിലെ പ്രശസ്തയായ മോഹിനിയാട്ട നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ അല്ലെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു, പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ കാണുന്ന മോഹിനിയാട്ടമല്ലായിരുന്നു. വള്ളത്തോളിൻ്റെയും അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുടെ ഒക്കെ പ്രയത്നം കൊണ്ടാണ് നമ്മുടെ മോഹിനിയാട്ടം എന്ന് പറയുന്ന കലാരൂപം ഇന്ന് കാണുന്ന ഈ ഒരു രൂപത്തിലേക്കാക്കി വരുന്നത്. അപ്പം ഇദ്ദേഹത്തിന്റെ ഭർത്താവാണ് കൃഷ്ണൻ നായർ, കലാമണ്ഡലം കൃഷ്ണൻ നായർ. നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് 1997 കലാമണ്ഡലത്തിൽ നൃത്ത വിദ്യാർത്ഥിനിയായി ചേരുന്നു. 1938 മഹാകവി വള്ളത്തോൾ കവയിത്രി എന്ന ബഹുമതി പട്ടം നൽകി അനുഗ്രഹിക്കുന്നത്. ആരാണ്? കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയെ കവയത്രി എന്ന ബഹുമതി നൽകി അനുഗ്രഹിച്ചത് മഹാകവി വള്ളത്തോളാണ്. ശ്രദ്ധിച്ചേ. ഗുരു ഗോപിനാഥിന്റെ ചിത്രോദയ നൃത്ത കലാലയത്തിൽ അധ്യാപികയായി മാറി. 1952 ആലുവയില് കേരള കലാലയം സ്ഥാപിച്ചു. കേന്ദ്ര എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെലോഷിപ്പോടെ മോഹിനിയാട്ടത്തെക്കുറിച്ച് ഗവേഷണം നടത്തി. ശ്രദ്ധിച്ചോളൂ, മോഹിനിയാട്ടം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ചരിത്രവും ആട്ടപ്രകാരവും എന്ന കൃതി ആരുടേതാണ്? കല്യാണിക്കുട്ടിയമ്മയുടേതാണ്. 1972 കേന്ദ്ര സാഹിത്യ നാടക അക്കാദമി ഫെലോഷിപ്പ് ലഭിച്ചു. കേരള സംഗീത നാടക അക്കാദമി ലഭിച്ചു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് 1997 ഗുരു സ്ഥാനവും ലഭിച്ചു. അപ്പം 1980 കലാമണ്ഡലത്തിന്റെ കീർത്തിശങ്ക്, 82 നാട്യപ്രവീണ ലഭിച്ചു. 86 കലാമണ്ഡലത്തിന്റെ ഫെലോഷിപ്പിന് അർഹയായി. ഇതിനകത്ത് പ്രധാനമായിട്ടും നോക്കേണ്ടത് കല്യാണിക്കുട്ടി അമ്മ ഏത് കായികനുമായി, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ, ഏത് കലയുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മോഹിനിയാട്ടം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ അവരുടെ പിക്ചർ ഇമേജ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഗുരു ഗോപിനാഥിനെ കുറിച്ചിട്ടാണ്. PSCയിൽ പല ആവർത്തന ചോദ്യങ്ങളിൽ ഒന്നാണ്. നമുക്കറിയാം കേരള നടനം, ശ്രദ്ധിച്ചോണം, ഗുരു ഗോപിനാഥ് ഏത് നൃത്തരൂപവുമായി ബന്ധപ്പെട്ടതാണ്? കേരള നടനം അല്ലെ. അപ്പൊ നമുക്കറിയാം പതുക്കെ വളരെ സ്ലോ ആയിട്ട് ശരീരം നല്ലപോലെ വഴങ്ങി കളിക്കുന്ന ഒരു നൃത്തരൂപമാണ് കേരള നടനം അല്ലെ. അപ്പോൾ ആധികാരികമായി അന്ന് ശ്രദ്ധിക്കാതെ കിടന്ന കഥകളിയെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചൊരു വ്യക്തിയാണ്. കുട്ടനാട്ടിൽ ചമ്പക്കുളത്ത് കഥകളി പാരമ്പര്യമുള്ള പെരുമാനൂർ തറവാട്ടിലെ മാധവിയമ്മയുടെയും കൈപ്പള്ളി ശങ്കരപിള്ളയുടെയും മകനായിട്ടാണ് ജനിച്ചത്. വള്ളത്തോളിന്റെ ക്ഷണം അനുസരിച്ച് കഥകളി വടക്കൻ ചിട്ട പഠിക്കാൻ കലാമണ്ഡലത്തിലെത്തി. കഥകളിക്ക് പ്രചാരമില്ലാതിരുന്ന കാലത്ത് ഗോപിനാഥും രാഗിണി ദേവിയും ഇന്ത്യയൊട്ടാകും നടത്തി കഥകളി നൃത്ത പ്രകടനങ്ങളാണ് കേരളത്തെ കഥകളിയെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഒപ്പം കഥകളിക്കുള്ള 12 വർഷത്തെ പ്രായോഗികവും സിദ്ധാന്തപരവുമായ പാഠ്യത്തെ പകുതിയാക്കി ചുരുക്കിയ ആചാര്യൻ കൂടിയാണ് അദ്ദേഹം.
അപ്പോൾ കഥകളിയെയും അതിലെ കഥാസന്ദർഭങ്ങളെയും 1-2 മണിക്കൂർ നേരത്തെ ലഘു പ്രകടനങ്ങളാക്കി കഥകളി നൃത്തം എന്ന പേരിൽ നൃത്ത ശൈലി അദ്ദേഹം രൂപപ്പെടുത്തി. കഥകളി നൃത്തം, അതായത് ഈ പറയുന്ന പണ്ട് കാലത്ത് നമ്മളുടെ കഥകളി എന്ന് പറയുന്ന ഈ ഒരു നൃത്തം അത്ര പ്രചാരമായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം 12 വർഷത്തെ പ്രായോഗികവും അതുപോലെ തന്നെ ആ ഒരു പാഠ്യപദ്ധതിയെ പകുതിയാക്കിക്കൊണ്ട് അദ്ദേഹം ചുരുക്കുന്നു. പിന്നെ എന്താണ്, കഥകളും സന്ദർഭങ്ങളും 2 മണിക്കൂറാക്കി കുറച്ചുകൊണ്ട് കഥകളി നൃത്തം എന്ന അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിനെ പിന്നീട് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കേരള നടനം എന്ന പേരിലേക്ക് അറിയപ്പെടുന്നു. അപ്പോൾ കേരള നടനം മുൻപ് അറിയപ്പെട്ട ഏത് പേരിലാണ്? കഥകളി നൃത്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒപ്പം തന്നെ ശ്രദ്ധിച്ചേ, നവരസങ്ങൾ ആദ്യം നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? നമുക്കൊരു പ്രതീക്ഷിത ചോദ്യമാണ്. ഗുരു ഗോപിനാഥ് ആണ്. നവരസങ്ങൾ ആദ്യമായിട്ട് നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചത് ഗോപിനാഥാണ്. ഒപ്പം തന്നെ അദ്ദേഹം 12-ാം വയസ്സിലാണ് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി വേഷമണിഞ്ഞ് അദ്ദേഹം വേഷമണിഞ്ഞ് അരങ്ങേറിയ വ്യക്തിയാണ്. 79-ാം വയസ്സിൽ അദ്ദേഹം ഒരു എറണാകുളത്ത് രാമായണം ബാലയിൽ ദശരഥ വേഷം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അരങ്ങിൽ തന്നെ മരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിലാഷമായിരുന്നു വേദിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരുപാട് ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ബംഗാൾ മ്യൂസിക് കോൺഫറൻസിന്റെ അഭിനവ നടരാജൻ പുരസ്കാരം തുടങ്ങിയ ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരു ഗോപിനാഥ് നാഷണൽ ഡാൻസ് മ്യൂസിയം ആണ്. ഇതൊരു പ്രീ ക്വസ്റ്റ്യൻ ആണ്. ഗുരു ഗോപിനാഥ് നാഷണൽ ഡാൻസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങളുടെ ആൻസർ കമന്റ് ചെയ്യുന്നവരുടെ പേരെടുത്ത് പറയുന്നതായിരിക്കും കേട്ടോ. ശരി, ഇനി നമ്മൾ അടുത്തത് നാടകവുമായി ബന്ധപ്പെട്ടാണ്. വളരെ കുഞ്ഞു പോയിന്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് CJ തോമസിനെ കുറിച്ചിട്ടാണ്. CJ തോമസ് അദ്ദേഹം നാടകകൃത്തും ഒപ്പം തന്നെ സാഹിത്യ നിരൂപകനുമാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് ചെള്ളമ്പേ യോഹന്നാൻ തോമസ് എന്ന് പറയുന്നത്. മലയാള നാടക സാഹിത്യത്തെ ആധുനിക ഘട്ടത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ച വ്യക്തിയാണ്. പത്രപ്രവർത്തകൻ, ചിത്രകാരൻ എന്നീ നിലകളിലും അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഓക്കെ, ദെൻ പറയുന്നത് ആലുവ UC കോളേജിൽ നിന്ന് BA ലഭിക്കുന്നു. അദ്ദേഹം പഠിക്കുന്നു, നിയമബിരുദം നേടി, മാർത്താണ്ഡം രാമോധരണ കേന്ദ്രത്തിൽ ചേർന്ന് ഒരു കൊല്ലത്തെ പരിശീലനം പൂർത്തിയാക്കുന്നു. അപ്പം ഇദ്ദേഹം നോക്കിക്കേ, പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന് മൗലികമായി വിദഗ്ധമായി ഏതൊരു കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെ ശ്രദ്ധിച്ചേ, അവൻ വീണ്ടും വരുന്നു എന്ന നാടകം 1949 പ്രസിദ്ധീകരിച്ചു. ആരുടേതാണ് അവൻ വീണ്ടും വരുന്ന എന്ന നാടകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചു വയ്ക്കണം, CJ തോമസിൻ്റെതാണ്. പ്രാചീന യവന നാടകങ്ങളിലെ സ്വാധീനം ഈ കൃതിയിൽ പ്രകടമായി. 1950 പ്രസിദ്ധീകരിച്ച ഉയരുന്ന യവനിക എന്ന ലേഖന സമാഹാരം നാടകരചന, അവതരണം, സംവിധാനം തുടങ്ങിയ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. നോക്കിക്കോണം, ഇമ്പോർട്ടൻ്റ് ആണ്. മലയാള നാടക പ്രസ്ഥാനത്തിന്റെ വേരുകൾ, നാടകവും ഇതര കലകളും, മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങൾ, ഭാഷയിലെ ഇബ്സൺ പ്രസ്ഥാനം, രംഗസംവിധാനം, കാഴ്ചക്കാർ തുടങ്ങിയവയാണ് ഈ കൃതിയിലെ ചർച്ചാ വിഷയങ്ങൾ. നോക്കിക്കോണം കേട്ടോ. 1953 പ്രസിദ്ധീകരിച്ച ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന കൃതി 15 ഉപന്യാസങ്ങളുടെ സമാഹാരമാണ്. ഇബ്സന് ശേഷം പാശ്ചാത്യ നാടകരംഗത്തുണ്ടായ മാറ്റങ്ങൾ CJ തോമസ് ഉൾക്കൊണ്ടും മതവും കമ്മ്യൂണിസവും അവൻ വീണ്ടും വരുന്നു 1128 ക്രൈം 27 ഉയരുന്ന യവനിക, ആ മനുഷ്യൻ നീ തന്നെ, വിലയിരുത്തൽ ശലോമി, വിഷവൃക്ഷം, ആന്റിഗണി, കീടജന്മം, ലിസിസ്ട്രാറ്റ്, ഈഡിപ്പസ്, പിശുക്കന്റെ കല്യാണം, ഇവന്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ, മനുഷ്യന്റെ വളർച്ച, ജനുവരി 9, 2 ചൈനയിൽ നട്ടുച്ചയ്ക്ക് ഇരുട്ട് മുതലായ തോമസിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ എഴുതി വെക്കുക, CJ തോമസ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികൾ ഒന്ന് എഴുതി വായിച്ചോളൂ കേട്ടോ. ഒപ്പം തന്നെ കേരളത്തിന്റെ സ്വതന്ത്ര ചിന്തകരുടെ മുൻനിരയിൽ സ്ഥാനമുറപ്പിച്ചിരുന്ന ധിഷ്ണയുള്ള ഹിമഗിരി ശൃംഖമായിരുന്നു CJ എന്നാണ് സുകുമാർ അഴീക്കോട് അദ്ദേഹത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പോയിന്റ് കിട്ടിയല്ലോ. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും ഓരോ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും, അതായത് ഓരോ നോട്ട്സും നിങ്ങളുടെ ബുക്കിൽ എഴുതി സൂക്ഷിച്ചു വെക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഓരോ പോർഷൻസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മളുടെ ക്ലാസ് വഴി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഒക്കെ സൗജന്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ
ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.